സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, 9 പീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഹേ ഗൈസ്, നമ്മ വീണ്ടും ഷവർമ്മയുടെ അടിയിലേക്ക് വന്നേക്കാണ്. ഇത് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുടെ ചലഞ്ചാണ്. നമ്മൾ പുറത്തു പോയിട്ട് 2 പേരെ പിക്ക് ചെയ്യും. അതിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആരാണ് അവര് വിൻ ചെയ്യുന്നതാണ്. വിൻ ചെയ്യുന്നവർക്ക് നമ്മൾ 5,000 കൊടുക്കാൻ പോകുക. 5,000. യെസ്, 5,000. Finally we come back. ഓക്കെ, നമ്മ ഇപ്പൊ വന്നേക്കണത് കാക്കനാടാണ് വന്നേക്കുന്നത്. ഇവിടെ പുറത്ത് നിന്ന് ആളെ കിട്ടണം. ആളെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ 2 പേരായിട്ട് നേരെ ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോണേണ്. നോക്കട്ടെ, 2 പേരെ കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. കിട്ടിയ നമ്മൾ ചെയ്യും, ഇല്ല എങ്കിൽ നമ്മൾ ഒരാളെ വെച്ചിട്ടാണെങ്കിലും ചലഞ്ച് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നോക്കി ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഒരു ഫുഡ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫുഡ് ചലഞ്ച് എന്താടാ, ഒരു സീനും ഇല്ല. ഫുഡ് ചലഞ്ച് പോയിട്ട് വരാൻ പറ്റുമോ നിനക്ക്? എപ്പോ വരും? 10 മിനിറ്റാ? എടാ, ഒരാൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അവനെ തോപ്പിച്ചാൽ മതി നീ കഴിച്ചിട്ട്. നിന്നെ കൊണ്ട് പറ്റും? അങ്ങനെ പറയല്ലേ. ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റുമോ? നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക്? അവസരങ്ങൾ അങ്ങനെ നാളത്തേക്ക് മാറി നിൽക്കൂല. വേറൊരാളെ വിളിച്ചു വരുത്തെങ്കിൽ Maybe we'll lose the money today. നോ പ്രോബ്ലം. Maybe we'll try. See, I will change my uniform and challenge that challenge. You want? I want to take 10,000 rupees. ഷെഫിന് ചലഞ്ച് ഹാഫ് ആയിട്ട് പൈസ എടുക്കാതെ. നീ അവന്റെ കൂട്ടുകാരനാണോ? കൂട്ടുകാരൻ നടക്കൂല. കാരണം നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലോ? അത്രയും കൂട്ടില്ല. ജസ്റ്റ് അറിയാവുന്നേ ഉള്ളു. നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ അല്ലേ? എടാ ബാ, കമോൺ, എല്ലാരും ബാ. എടാ മോനെ, എടാ വിന്നർ കൺഫേം ആണ്. ഓക്കെ, എടാ നീ ജയിച്ചാൽ നിനക്ക് പൈസ കിട്ടും. നിങ്ങൾ ഭയങ്കര കൂട്ടാണ്. ലാസ്റ്റ് ഷെയർ ഇടാന്നുള്ള ഒരു പരിപാടിയൊന്നും നടക്കൂല. നീ ജയിച്ചാൽ നിനക്ക്. ഓക്കെ അല്ലേ? അപ്പൊ വിന്നർ കൺഫേം. ചാനൽ എടുത്തേ, യൂട്യൂബ് എടുത്തേ. വേറൊരു പരിപാടി, സർപ്രൈസ്. 2 പേരുടെയും യൂട്യൂബ് എടുക്കാനുണ്ടാ. പുറത്തൊക്കെ നിറച്ച ആൾ നോക്കിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിന്നർക്ക് 5,000 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാനാണ്. ഇവൻ സബ്സ്ക്രൈബർ അല്ല, ഇവർ 2 പേര് സബ്സ്ക്രൈബർ അല്ല. ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ വിന്നർക്ക് 5,000 ആയിരുന്നു. ഇതിപ്പോ 3,000. ഓക്കെ അല്ലേ? സീനില്ലല്ല. They will challenge each other. Each other. Are you hungry? Challenge. I think you will win. I think this boy he will win. എനിക്ക് തോന്നുന്നു ഇവൻ വിൻ ചെയ്യും. You support this boy, I support. ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണത്? ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പാ ഈ കൂട്ടത്തില്. ഓക്കെ. എടാ, ചലഞ്ച് വേറെ ഒന്നുമല്ല. നിനക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പക്ഷെ ഓർഡർ ചെയ്യുമ്പോൾ കേട്ടല്ല, ഓർഡർ ചെയ്യാൻ നേരത്തുണ്ടല്ലോ എമൗണ്ട് നോക്കുക. ഇപ്പൊ നീ 550 ആണ് ഓർഡർ ചെയ്തെങ്കിൽ ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത് 249 ആണെങ്കിൽ നീ ആണ് ലീഡ് ചെയ്യണേ. മനസ്സിലായ? ആരേറ്റവും കൂടുതൽ എമൗണ്ട് ഫുഡ് കഴിക്കുന്നു അവര് ജയിച്ചു. ലാസ്റ്റ് ഒരു മിഠായെങ്കിലും ഇവിടെ കിട്ടുമെങ്കിൽ അതെങ്കിലും കഴിച്ചിട്ടാണെങ്കിൽ ലീഡ് ചെയ്താൽ അവര് ജയിച്ചു. അത്രേ ഉള്ളു. ആൾക്കാരെ നോക്കിയാ, ആൾക്കാരെ കാണിച്ചു കൊറാ. ഇത്ര ആൾക്കാരോ കാണാനായിട്ട്? ഇവർ 2 പേരും ഓർഡർ ചെയ്യാൻ പോണേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോ. എടാ, കൂടിയ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എമൗണ്ട് ലീഡ് ചെയ്യണം. പറ ഏതാണ് ഓർഡർ ചെയ്യാൻ പോണേ? ഇവൻ ഷവർമ്മ ഫാമിലി പാക്ക് ഓർഡർ ചെയ്ത്. അപ്പൊ 2 പേരും 550 രൂപയുടെ ഷവർമ്മ ഫാമിലി പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. 550 രൂപയുടെ. ഓക്കെ അല്ലേ? ലാഗ് ആക്കുന്നില്ല. ഓർഡർ കൊടുത്തോ, ഷവർമ്മ ഫാമിലി പാക്ക്. എന്താണ് ഓർഡർ കൊടുത്തോ. എന്തൊരു കൈയടി. എന്റെ ദൈവം, എന്റെ പരിപാടിക്ക് ഇത്ര കൈയടിയോ? I will help you half by half, okay? I give it to you. Pakka? I'm big cheater. അതന്നെ. അപ്പൊ നമ്മുടെ ചലഞ്ചിലേക്ക് ഒരു ഗേളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുന്നു. അനീറ്റ. 2 പേരോ? ഇത് ചലഞ്ച് അങ്ങ് കൂടുമല്ലോ. നമുക്ക് വേറൊരു രീതിക്ക് ചലഞ്ച് പിടിച്ചാലോ? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിക്കുന്നു. നിങ്ങൾ 2 പേരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിക്കുന്നു. പക്ഷേ ഇത് എമൗണ്ട് ഷെയർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 3,000 നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും കൂടി ആയിരിക്കും ആ എമൗണ്ട്. അത് ഓക്കെ ആണോ? ഇവർ ജയിക്കുവാണെങ്കിൽ ഇവർക്കായിരിക്കും ആ എമൗണ്ട് പോകുന്നത്. ഓക്കെ അല്ലെന്നാ? എന്താടാ അങ്ങനെ ചെയ്യണേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 4,000 ആക്കല്ലേ? 4,000. ഓക്കെ, 4,000 എമൗണ്ട്.
We'll give the 4,000 Girls with the No boys. problem. The girls will fight Against the boys. Against the boys. Okay. The challenge is in a different. Okay. But we have support the girls. Haram. We can support the girls. അത് പറയണത് നമുക്ക് ഗേൾസ് സപ്പോർട്ട് ചെയ്യണമെന്ന്. Okay. Because your stomach is small. ഓക്കെ, അപ്പൊ ചലഞ്ച് ഇങ്ങനെയാണ് കേട്ടാ. എമൗണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 4,000 സെറ്റ് അല്ലേ? അപ്പൊ നിനക്ക് 2 എടുക്കാം, അവൻ 2 എടുക്കാം. സെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഗേൾസ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിച്ചാൽ മതി. അതിൽ കൂടുതൽ എമൗണ്ട് ഫുഡ് ആര് കഴിച്ചു തീർക്കുന്നോ അവര് ജയിക്കും. മനസ്സിലായോ? സബ് അല്ല, രണ്ടുപേരും സബ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? വിന്നർക്ക് 5,000 ആയിരുന്നു എമൗണ്ട്. അപ്പൊ സബ് അല്ല, എന്തായാലും സബ് ചെയ്ത് വെച്ചേക്ക്. ഇതാണ് ചാനൽ. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 2 ഫാമിലി പാക്ക് ഷവർമ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 550. ഒരെണ്ണം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം നമ്മൾ ഇവിടെ ഗേൾസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചലഞ്ച് നമുക്ക് ഒരു 30 മിനിറ്റ് പിടിക്കാം. എവിടെ ക്യാമറ എന്താ? ചലഞ്ച് നമുക്ക് ഒരു 30 മിനിറ്റ് പിടിക്കാം. ഓക്കെ, ഈ ചലഞ്ച് തീർന്നിട്ട് അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഫുഡ് വരാൻ ലാഗ് ആകുവാണെങ്കിൽ നമ്മൾ ടൈം പോസ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തോടെ മിണ്ടല്ലേ, മിണ്ടാണ്ടിരിക്കല്ലേ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, അവിടെ നിന്ന് ആൾക്കാർ കൈകൊണ്ടേ. ഓക്കെ, നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറാണ് ചലഞ്ച്. ആരാണ് ലീഡ് ചെയ്യണത് അവര് ജയിക്കുന്നതാണ് കേട്ടോ. ടൈം നമുക്ക് കമോൺ, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറയാം. ഇവിടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ പറയാം. ഇവിടേക്ക് വരാം. ആർക്കാന്ന് വെച്ചാൽ എടാ ബാട എണീറ്റൊക്കെ വാ. ഇവിടേക്ക് വന്ന് എന്താന്ന് വെച്ചാൽ പറയാം. അടുത്ത ഫുഡ് എന്ത് വേണോന്ന് ഇതിൽ നോക്കി ഓർഡർ ചെയ്യാം കേട്ടല്ല. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഇത് തന്നെ സെയിം സാധനം ഓർഡർ ചെയ്താൽ 550 അല്ലേ? ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 550 ആണ് കേട്ടോ. 550. ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇവിടെ ഏകദേശം ഇതാരാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്? 1 2 3 4 5 6 7 പീസ് അവിടെ ഉണ്ട്. 2 3 4 5 6 7 9 പീസ് ഇവിടെ ഉണ്ട് കേട്ടോ. Relax, slowly. 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. 9 പീസ് ഉണ്ട് ഇവിടെ. 7 പീസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവരാണ് ലീഡ് ചെയ്തത് കേട്ടാ. Mashallah. എവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? എടാ മോനെ, ഇവരാണ് ലീഡ് ചെയ്യുന്നത്. ഇവർക്ക് ഇനി 3 പീസും കൂടി. നിങ്ങൾ കുറച്ച് സ്ലോ ആണ് കേട്ടാ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഗേൾസ് പവർ ഇട്ടിട്ട് നിങ്ങൾക്ക് 4,000 വിൻ ചെയ്ത് പോവാം. അതെന്താ ഷെഫ് അതിന്റെ ഇടയിൽ ഒരു ഹെൽപ്പിങ്. സമയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ടൈമറും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ടൈമും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവരുടെ ലാസ്റ്റ് പീസായി. ലാസ്റ്റ് പീസ് പ്രൈസ് തരണം. പ്രൈസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ. എടാ രണ്ടാമത്തെ ഏതാന്ന് നോക്കി ഓർഡർ ചെയ്തു ഇപ്പൊ തന്നെ. എടാ അടുത്ത ഓർഡർ കൊടുക്കും ഇപ്പൊ തന്നെ. ടൈം കളയണ്ട. നിങ്ങൾക്ക് അടുത്ത് ഏതാ ഓർഡർ ചെയ്യാൻ പോണേ? മിക്കവാറും നിങ്ങൾ ആ ഷവർമ ഇത് തന്നെ ആയിരിക്കും അല്ലേ? സെയിം സാധനം റിപ്പീറ്റ്. അപ്പൊ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണം. Okay, the same. 2 ഷവർമ ഫാമിലി. അപ്പൊ ഇവർ തീർന്നു. നിങ്ങളുടെ ടൈം 3 മിനിറ്റ് 40 സെക്കൻഡിൽ പോസ് ആണ് കേട്ടോ. എടാ 3 മിനിറ്റ് 40 സെക്കൻഡ് നോട്ട് ചെയ്തേ. ഇവിടെ ഒരാളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറയാവേ. അടുത്തത് വരാനായിട്ടുള്ള ടൈം നമ്മൾ ഇവർക്ക് പോസ് ചെയ്തിട്ടുണ്ട്. സമയം നമുക്ക് ഇവിടെ ഏകദേശം 4.5 മിനിറ്റ് കവർ ചെയ്യുമ്പോൾ ഇവിടെ ഇനി എത്ര പീസും? 1 പീസും ഫ്രഞ്ച് ഫ്രൈസും. ഇവരുടെ ടൈം എത്ര നേരത്തെ? 3 മിനിറ്റും 40 സെക്കൻഡും കൊണ്ട് ഇവരാണപ്പം ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടാ. ഷെഫ് 1 പീസ് സാരല്ല, സപ്പോർട്ട് അല്ലേ? എന്നാലും ഇവര് ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ചെറിയ സപ്പോർട്ട് കൊടുക്കണേന് നീ എന്താടാ കുറ്റം പറയരുത്. Okay. ഓക്കെ, 5 മിനിറ്റ്. നിങ്ങൾക്ക് ശരിക്കും ഇനി 25 മിനിറ്റ് അല്ല കേട്ടാ. നിങ്ങളുടെ ചലഞ്ച് കുറച്ചുകൂടി നേരത്തെ കഴിയും. 25 മിനിറ്റ്. You have to finish the mayonnaise, bro. This is not injustice. Mashallah. I think after they finish, they will eat me, bro, and eat you. Mashallah, tigers. ഓക്കെ, 5 മിനിറ്റും 20 സെക്കൻഡ് ആകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്ലോ ആണ് കേട്ടാ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചലഞ്ച് പിടിക്കാവുന്ന ഈസിയുള്ളു. 6 മിനിറ്റ് ആകാൻ പോകുന്നു. പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 മിനിറ്റ്. തിന്നണം. അവന്മാര് കഴിച്ചു തീർത്ത് വിചാരിച്ചില്ലല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്നാണ് നിങ്ങൾ പറയണേ അല്ലേ? അത് അങ്ങനെ ഒരു ടോക്ക്. 6 മിനിറ്റും 10 സെക്കൻഡും 12 സെക്കൻഡും ആയി. ആ സമയത്ത് ഇവിടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാരി വലിച്ച് കഴിച്ചു തീർത്താൽ പെട്ടെന്ന് നിങ്ങളുടെ ടൈം പോസ് ചെയ്ത് തരാം.
പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. ഇത് കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ, ഇത് കഴിച്ചു തീർക്കുക. അടുത്ത സെയിം സാധനം നമ്മൾ റിപ്പീറ്റഡ് നമ്മൾ ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ടൈം നമ്മൾ അവർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടാ എത്ര നേരം ഇടുന്നടാ നിങ്ങടാ? 3:40 അല്ലേ? അത് മറക്കരുതിട്ടാ. തീർക്ക് അങ്ങോട്ട് കഴിഞ്ഞോ? ഓക്കെ, ഇവരുടെ ടൈം നമ്മൾ 7 മിനിറ്റും 22 സെക്കൻഡും. കുഴപ്പമില്ല. ഫ്രഞ്ച് ഫ്രൈസ് റെസ്റ്റ് എടുത്തോ. വേണമെങ്കിൽ ഒന്ന് നടക്കുകയൊക്കെ ചെയ്തോ, ഒരു ജോഗിങ്ങിനൊക്കെ പോക്കെ വേണമെങ്കിൽ ഒന്ന് നീറ്റ് നടക്കുകയൊക്കെ ചെയ്തോ. 2 മിനിറ്റിനുള്ളിൽ ഫുഡ് വരും. അത് കഴിഞ്ഞാൽ 2 മിനിറ്റുള്ളിൽ നമ്മൾ ചലഞ്ച് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബുദ്ധിപൂർവ്വമുള്ള കളിയാണ്. 550 തന്നെയാണ് ഇവര്. ഒരുമിച്ച് തുടങ്ങിയാൽ മതി. അല്ലല്ല, സെപ്പറേറ്റ് ടൈം വേണ്ട, കുഴപ്പമില്ല, സെപ്പറേറ്റ് ടൈമാണ്. ഇവരുടെ ചലഞ്ച് നമ്മൾ രണ്ടാമത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. 7 മിനിറ്റും 22 സ്റ്റാർട്ട് ചെയ്തോടെ. 7 മിനിറ്റും 22 ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചലഞ്ച്. നിങ്ങളുടെ ചലഞ്ച് അതെന്താണ്ടാ ഇവരുടെ ചലഞ്ച് എടാ ഇത് കാണിച്ചേ. ഇവരുടെ ചലഞ്ച് 3 മിനിറ്റും 40 ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ്. 3 മിനിറ്റും 40. ഓക്കെ അല്ലേ? ലീഡ് ചെയ്യുന്ന ആൾ ജയിക്കും. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഓൾമോസ്റ്റ് 8 മിനിറ്റ് ആകാൻ പോണ സമയത്ത് ഇവർ രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു കാൽപ്പാകമെങ്കിലും ആക്കിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുൾ വീഡിയോ ചാനലുണ്ട്. ഇവന്മാര് ജയിക്കും, ആ മൈൻഡാണ് ഇവന്മാര്. ജിപേ ചെയ്ത് ഞാനിപ്പോ പൈസ തരും അല്ലേ? ജിപേ ആണോ? ജയിക്കട്ടെ, പിള്ളേര് കഴിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ. ഇവരുടെ തുടങ്ങല്ലേ ഇവരുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാന്ന്. എടാ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, 3 മിനിറ്റും 40 എവിടെ ക്യാമറ? 3 മിനിറ്റും 40 സെക്കൻഡിൽ ഇവരുടെ ചലഞ്ച് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിടിച്ചോ, ഈ ഫോൺ പിടിച്ചോ, കളയരുതേ. ചലഞ്ച് നമ്മളുടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുവാന്ന്. 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ആണ്. ഓക്കെ, 10 മിനിറ്റ് ആണ് നമ്മളുടെ ഈ ചലഞ്ച് ഇവിടെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഓൾമോസ്റ്റ് 10 മിനിറ്റും 14 സെക്കൻഡും ആകുമ്പോ ഇവര് 1 2 3 4 5 പീസും കൂടി ഉണ്ട്. ഇനി ആ 5 പീസും കൂടി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏതാ നിങ്ങൾ ഓർഡർ ചെയ്യാൻ പോണേ? നിങ്ങൾ ഇനി സെയിം ആണോ? ഇനി ഇറങ്ങുമോ? കഴിക്കാൻ പറ്റില്ല? നിങ്ങൾക്ക് എങ്ങനെയാണ് അവസ്ഥ? നിങ്ങൾക്ക് രണ്ടുപേരുടെ അവസ്ഥ? ഇനിയും കഴിക്കാൻ പറ്റും, ഇത് കഴിഞ്ഞും കഴിക്കാൻ പറ്റും. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഇവരുടെ ഇനിഷ്യേറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവര് നേരെ പുറത്ത് നിന്ന് ഇവിടെ ഒരു ഫുഡ് ചലഞ്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കയറി വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗേൾസ് ആണ്. അത് നമ്മൾ കാണാണ്ടിരിക്കരുത്. ഓക്കെ, അതിന് അതിനാണ് കൈയടി. ഓക്കെ, 11 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോ ഇവിടെ ഇനി 1 2 3 4 പീസേ ഉള്ളു. ഓക്കെ അല്ലേടാ മോനെ? ഓക്കെ അല്ലേ നിങ്ങള്? ഓക്കെ അല്ലേ? എന്തേലും ഉണ്ടെങ്കിൽ പറയണോടാ. ഓക്കെ, 11 മിനിറ്റും 20 സെക്കൻഡും. ഇവരുടെ എത്ര ടൈം മോനെ? ഇവരുടെ എത്ര ടൈം? 5 മിനിറ്റ്. എടാ എനിക്ക് 25 മിനിറ്റ് ഉണ്ടോ? ഇനി നിങ്ങൾക്കിനി 20 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ലീഡ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട് ഇനി. കാരണം അവർ ഇച്ചിരി കുറച്ച് സ്ലോ ആയിട്ടാണ് ഇവരിപ്പോൾ കഴിക്കുന്നത്. ഓൾമോസ്റ്റ് 12 മിനിറ്റ് ആകാം അമൗണ്ട്. ആ സമയത്ത് ഇവിടെ 4 പീസ്. കമോൺ, ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം നമുക്ക്. ആരും ഒന്നും മിണ്ടാത്ത, ഇത്രയും പേരുണ്ടായിട്ട് ആരും മിണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ വന്ന് എന്തേലൊക്കെ പറ, സപ്പോർട്ട് ചെയ്യ് നിങ്ങളുടെ പിള്ളേരാ. അവര് പക്ഷെ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇത്തിരി സ്ലോ ആയിട്ടുണ്ടേ, ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് കാരണമാണെന്ന് തോന്നുന്നു. ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട് നീക്ക. പക്ഷെ 30 മിനിറ്റ് കഴിയുമ്പോൾ ആ കാര്യം തീർന്നു പോകണം. അതൊരു കാര്യമില്ല. 3 പീസും കൂടി കഴിച്ചു തീർക്കാനുണ്ട്. നിങ്ങൾക്ക് ഏകദേശം 13 മിനിറ്റ്. തീരാറായ ഫോഴ്സ് ചെയ്യൂല ഞാൻ. ഒരു ലിമിറ്റ് വെച്ച് അങ്ങനെ പിടിച്ചാൽ മതി. എന്താണ് അവസ്ഥ? സ്റ്റോപ്പ് ചെയ്യാൻ പോണാ? സ്റ്റോപ്പ് ചെയ്യൂല, വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 13 മിനിറ്റ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അവിടെ എത്ര പീസ് ഉണ്ടോ മോനെ? 3 പീസ്. അവിടെ 3 പീസ്. അവര് പിന്നെ ലീഡിങ്, അവർക്കില്ല ലീഡിങ്. അവര് പിന്നെ ലീഡ് ചെയ്തോണ്ടിരിക്കുവാന്ന്. കുഴപ്പമില്ല, ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്. They eat the French fries first. They start by the French fries. After that, they start by the shawarma. Okay. 14 മിനിറ്റ് കവർ ചെയ്യാൻ പോകാൻ നേരത്ത് you will win. Only പിന്നാകൂലായിരിക്കും. വയലാട്ട് വെച്ച് അതെവിടെ തിരിച്ചു വന്ന് കയ്യിലാട്ട് വെച്ച് ആ ഒരു ഫ്ലോ അങ്ങ് പോയിന്നല്ലേ. 8 മിനിറ്റും 5 സെക്കൻഡും.
ഓൾമോസ്റ്റ് 9 മിനിറ്റ് ആകാൻ പോകുമ്പോൾ ഇവർ മിക്കവാറും ഒരു 10 മിനിറ്റുള്ളത് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവരൊരു 4 മിനിറ്റ് നിങ്ങൾ ബാക്കാ. നിങ്ങളുടെ ടൈം ഇവിടെ 14 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട്. ഗേൾസ് ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ബോയ്സ് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? വരാം നമുക്ക്. അതും സാധനടാ ടിഷ്യൂ തന്നെ അല്ലേ കൊടുത്തേ? ഓക്കെ ടിഷ്യൂ ഓക്കെ ആണോടാ? കിട്ടണോടാ? 15 മിനിറ്റ് പുറത്തിരിട്ടല്ലേ? 15 മിനിറ്റ് നമ്മളിവിടെ കവർ ചെയ്യുമ്പോൾ ഇവരിനി ഇതും കൂടി തീർത്താൽ മതി. ഇതും കൂടി തീർത്ത് കഴിഞ്ഞാൽ ഇവിടെ തീർന്നിട്ടാ ഫിനിഷ് തീർക്കങ്ങട്ട്. ഏകദേശം ഇവരിവിടെ തീർത്തിരിക്കുന്നുണ്ട്. എടാ നിങ്ങൾ എന്താ ഇനി ചെയ്യാൻ പോണേ പറ. 2 റൊമാലി. അതേതാ എമൗണ്ട് കാണിച്ച? എമൗണ്ട് പറഞ്ഞേ. എത്ര? താ എടുക്ക്, ഇങ്ങനെ എടുക്ക്. പറ ഏതാണ്? റുമാലി മാത്രോ? അല്ലടാ 2 റുമാലി മാത്രം. വെറും റുമാലി. Romali finish, bro. Not കുബൂസ്. Just Romali finish. റൊമാലി ഫിനിഷ് ചെയ്യടാ. റൊമാലി ഫിനിഷ് ചെയ്ത് വേറെ ഏതെങ്കിലും പറ. 16 മിനിറ്റും 54 സെക്കൻഡും കൊണ്ട് നമ്മളുടെ ഇവരുടെ ചലഞ്ച് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടാ അവരുടെ ചലഞ്ചിന് പോയിക്കൊണ്ടിരിക്കണല്ലേ? 11. ഏകദേശം ഇപ്പൊ അടുത്തടുത്ത് എത്തി നിങ്ങൾ കേട്ടാ. മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ എടാ ബ്രോ He asked for അൽഫാം. But he didn't finish. The girls they ഫിനിഷ്. തീർക്ക്. നിങ്ങൾ എന്താ ഇനി ഓർഡർ ചെയ്യാൻ പോകുന്നത്? അവിടെ അതല്ല, അവര് ഓർഡർ ആക്കിയിട്ടില്ല. അവര് തീർക്കണം. നീ അങ്ങനെ അതാണോ? പറ എന്താ ചെയ്യാൻ പോണേ? ഇത് വേണ്ട. ഇനി 2 പ്രാവശ്യം കഴിച്ചത്. ഏതാ അവര് പറയണ സെയിം ഒന്നും പറയണ്ട. നിങ്ങൾ ഫൈനലി വരുമ്പോ നിങ്ങളായിരിക്കണം കൂടി നിൽക്കണമെങ്കിൽ നിങ്ങൾ ജയിക്കും. അവരാണ് കൂടി നിൽക്കണമെങ്കിൽ അവര് ജയിച്ചു. ഇപ്പൊ 550 550, അതായത് 1100 രണ്ടുപേരും നിൽക്കുന്നത്. നിങ്ങൾ അതിന്റെ മേലിൽ എന്ത് പറയുന്നു അതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അതെനിക്കറിയത്തില്ല. എടാ നിങ്ങൾ എന്താ പറയാൻ പോണേ? നിർത്തിയാ? സ്റ്റോപ്പ് ആയിന്നാണോ? വെയിറ്റ് 1 സെക്കൻഡ്. അടുത്ത ഓർഡർ കൊടുക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കട്ടെ. എങ്ങനെയാണ് വഴിയൊക്കെ മാറി? ഇങ്ങനെ വഴി 16 മിനിറ്റും 54 നമ്മൾ ഇവിടത്തെ തീർത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഓക്കെ ആണ്, സെറ്റാണ്. 16 മിനിറ്റും 54 സെക്കൻഡിൽ നിന്ന് നമ്മൾ പിന്നെയും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് 2 അൽഫാമും ഇവിടെ പറഞ്ഞേക്കുന്നത് 1 അൽഫാമും 1 ഫ്രഞ്ച് ഫ്രൈസും ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ എടുത്തു. ആരോട് ചോദിക്കാൻ? എന്തിനു ചോദിക്കാൻ? പേടിച്ചു താത്തിക്കളഞ്ഞ തന്നെ. ഓക്കെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എമൗണ്ട് വരാൻ നേരത്ത് നിങ്ങൾ പറഞ്ഞേക്കണത് എന്താണ് മോനെ? ടെക്സസ്. അതിൽ 190. ഇവരുടെ എമൗണ്ട് വന്നേക്കുന്നത് 1480. ഇവരുടേത് ഇതേതാ അൽഫാം? ഏതാ? ചില്ലി എത്രയാ? ചില്ലി 180. ഓർഡർ 180 പ്ലസ് ഫ്രഞ്ച് ഫ്രൈസ് എത്രയാ? ഫ്രഞ്ച് ഫ്രൈസ് 60. 1340. 140 ലീഡ്. ഇവർ 140 രൂപക്ക് ലീഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ വെച്ച് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുവാണെങ്കിൽ അവർ വിൻ ചെയ്യും. ഇതിന്റെ മേളിലേക്ക് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 140 രൂപക്ക് മേളിലേക്ക് കഴിക്കുകയും വേണം. അതിന്റെ മേളിൽ കഴിച്ചാലേ നിങ്ങൾ ലീഡ് ആകത്തുള്ളൂ. ഓക്കെ നമ്മുടെ ടൈം ഏകദേശം 20 മിനിറ്റ് ആകാൻ പോകുന്നു. നിങ്ങൾക്ക് 19 മിനിറ്റ് ആയിട്ടുണ്ട്. 15.5 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ അവർക്ക് 2 അൽഫാം ഉണ്ട് ഇവിടെ കവർ ചെയ്യാനായിട്ട്. എന്താണ് അവസ്ഥ? ഇവർ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്തിട്ടാ. ഇവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ച്. കാരണം ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് 2 ഫാമിലി പാക്കും കഴിച്ച് അത് കഴിഞ്ഞിട്ട് അൽഫാമും ഇതും കൂടി എടുത്ത്. പക്ഷെ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവരെ നമ്മൾ കാണാണ്ടിരിക്കരുത്. ഓക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഒരു സീനും ഇല്ല. ഫുഡാണ് നമ്മൾ കഴിച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് സഫോക്കേറ്റ് ആയിട്ട് വലിയ സീനൊന്നും ആവരുത്. ഓക്കെ സമയം നമുക്ക് ഇവിടെ ഏകദേശം ഇവർക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അവർക്ക് എത്രയാടാ? 16 മിനിറ്റ് ഇവർക്കായിട്ടുണ്ട്. എന്തുപറ്റി? എന്താ എണീറ്റിരിക്കണേ? ഓക്കെ കഴിക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ ഇറക്കിയിട്ട് ഇവിടെ എണീറ്റ് നിൽപ്പുണ്ട് ഒരാള്. കുറച്ച് വെള്ളം ഞാനെടുത്ത് കുടിക്കുവാണ് കേട്ടോ. സമയം നമുക്ക് 20 മിനിറ്റും 34 സെക്കൻഡ്. അതെ ഒരു തിരിച്ചുവരവ്. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് നിൽക്കുവാണേ. അത് കാരണം പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. എടാ മോനെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ തീർത്താലേ ലീഡ് ചെയ്യുള്ളൂ കേട്ടാ. അത് വേറെ കാര്യം. സമയം നമുക്കിവിടെ 21 മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് 9 മിനിറ്റേ ഉള്ളു. 9 മിനിറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചലഞ്ച് തീർന്ന്. അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് വിൻ ചെയ്തേക്കുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് കഴിച്ച് തീർത്തിട്ട്
പറ്റും, സാധിക്കും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും തീർക്കാൻ പറ്റും. സമയം നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ടൈം, അവരുടെ ടൈം എത്രടാ നോക്കേണ്ട കാര്യമില്ല. 17.5 മിനിറ്റ് ഇനിയും കിടക്കുന്നുണ്ട്. ഒരു 13 മിനിറ്റിനടുത്ത് ഇനിയും കിടപ്പുണ്ട്. പറ്റില്ലെന്നാണോ? ഗീവ് അപ്പ് ചെയ്യൂലെന്ന്? ആ ഓക്കെ, വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടാ ആദ്യം 20 പേരുണ്ടായിരുന്ന ഇവിടെ. ഇപ്പൊ 1 2 3 4 5 6 6 7 8 പേരേ ഉള്ളൂ. പോടാ, എല്ലാവർക്കും ഷവർമ. ഗേൾസ് വിസ് ഗേൾസ് ഒരു ചലഞ്ച് വേണമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ സമയം ഇവിടെ ഏകദേശം 22 മിനിറ്റ്. ഛർദിക്കാൻ പറ്റാ? ആ എടാ നിങ്ങളുടെ അവിടെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? തീർക്കണേ, ഫുള്ള് തീർക്കണോടാ, ഫുള്ള് തീർക്കണം. സമയം നമുക്ക് 23 മിനിറ്റ് ഏകദേശം ഇവിടെ ആകാൻ പോകുകയാണ്. ഗൈസ് ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മള്. നിങ്ങൾക്കിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യാനാണെങ്കിലും ഇത് തീർക്കാനാണെങ്കിലും നിങ്ങൾക്ക് 7 മിനിറ്റേ ഉള്ളൂ ബാക്കി. 24 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട്. നിനക്ക് എന്താണ് അവസ്ഥ? കുഴപ്പമില്ല, നിങ്ങൾ കൂളായിട്ടിരിക്കും. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങൾക്ക് ഇനി സമയം എന്ന് പറയുന്നത് 6 മിനിറ്റേ ഉള്ളു. നിങ്ങൾക്ക് ഇനി 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പാത്രത്തിരിക്കുന്ന ഫുൾ തീർത്താൽ മാത്രം മതി. തോറ്റ് 5 മിനിറ്റും കൂടി ഉള്ളു. ഇനി 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇത് തീർത്താലും ജയിക്കത്തില്ല. ഇത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതും കൂടി മേടിക്കേണ്ടി വരും. എന്നാലേ അതിന്റെ ലീഡ് വരത്തുള്ളൂ. പ്രഖ്യാപിക്കട്ടെ. 25 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 21 മിനിറ്റ്. നിങ്ങൾ തമ്മിൽ ഇപ്പൊ 4 മിനിറ്റ് ഡിഫറൻസേ ഉള്ളു. ഓക്കെ അല്ലേ? നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൈൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു, അടിപൊളി. ഓക്കെ, ഇവരെടുത്ത ടൈം എന്ന് പറയുന്നത് ഏകദേശം 23 മിനിറ്റ് ആണ്. 1480 രൂപക്ക് ഇവർ കഴിച്ചിട്ടുണ്ട്. 140 രൂപ ഡിഫറൻസിന് ഇവർ ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും കൈകൊട്ടാം, കൂളായിട്ടിരുന്നോ? നിങ്ങൾക്കും കൈകൊട്ടാം. ഓക്കെ, 4000 രൂപ വിൻ ചെയ്തിരിക്കുന്നത് ഇവരാണ്. ഓക്കെ, ഇവർ രണ്ടുപേരുമായിട്ടാണ് ഇവർ കോമ്പീറ്റ് ചെയ്തത്. പക്ഷെ ഇവരുടെ മൈൻഡ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നേരെ കയറി വന്നിട്ട് ഇവരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണിച്ചു ഇവരുടെ മൈൻഡ് അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. ഇതേപോലെ ഗേൾസ് ആണെന്നും ബോയ്സ് ഒന്നും ഇല്ല, ഇങ്ങനെ കയറി വന്നേക്കുക, അതാണ് നൈസ്. ഓക്കെ, ഇവരാണ് ഇപ്പോ 40 അല്ലേ? 140 രൂപക്ക് ലീഡ് ചെയ്ത് വിൻ ചെയ്തേക്കുന്നത് ഇവരാണ്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4000 ഓക്കെ, 4000 രൂപ നമ്മൾ ഇവിടുന്ന് അയച്ച് ഇവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവനാണ് ഇവിടുത്തെ വിന്നർ. ഇവനും ഓക്കെ. അപ്പോ നമ്മുടെ ചലഞ്ച് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എന്തിനാടാ? ആ മനസ്സ് കണ്ടോ, ഒരു പ്ലേറ്റ് കൂടി കിട്ടോ, വിശപ്പെന്ന്. ഓക്കെ, അപ്പോ നമ്മുടെ ചലഞ്ച് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണ്. അപ്പോ വീഡിയോ ഇത്ര നേരം എല്ലാവരും അപ്പോ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബാടാ മോനെ ഒരു ബൈ കൊടുത്തിട്ട് പോടാ. ഇങ്ങോട്ട് വാ. ഒരു ഫോട്ടോ എടുക്കണ്ടേ? നമുക്ക് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം. എന്നിട്ട് പോവാ എല്ലാവരും കൂടി. അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇങ്ങനെ കൂടെ ഒരു ആത്മാർത്ഥയോടെ കൊറ ബൈ. ഓക്കെ.